അപ്പൊ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ഞാനിത് ഈ ഒരു കോസ്റ്റ്യൂമാണ് എന്റെ അമ്മത് ആണ്. എന്റെ അച്ഛൻ കുറെ പേര് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനും അച്ഛനും ഒരേ കോസ്റ്റ്യൂമാണ്. അച്ഛാ 2 വാക്ക് പറയൂ. ഗൈസ്, മിസ്റ്റർ മുരുകൻ മകളുടെ മുരുകൻ ഇപ്പോ എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഇത് മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ തമാശ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അച്ഛൻ ഹെൽമെറ്റ് ഇടുകയാണ്, അച്ഛൻ റൈഡർ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അച്ഛനും അനിയനും കൂടെ 2 കല്യാണം, അച്ഛനും അനിയനും കൂടെ ഒരു കല്യാണം, ഞാനും അമ്മയും കൂടെ ഒരു കല്യാണത്തിന് പോകും. ഞാൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്, അവരും റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഗൈസ്, കുട്ടി കുറച്ച് കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എങ്കിൽ കുഴപ്പമില്ല, ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പം നടന്ന് കഴിയുമ്പോഴത്തേനും എത്തും. ഈ കുട്ടി കറക്റ്റാവും. ഈ കാണുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഈ അമ്മമ്മ. അപ്പൊ അവരോടൊക്കെ സംസാരിച്ച് നമ്മൾ ബസ് കയറി നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് കല്യാണം കേട്ടോ. അപ്പൊ നമ്മൾ ഇറങ്ങി പുറത്ത് നിൽക്കാണ് കേട്ടോ. അപ്പോൾ മാമന്റെ മക്കളൊക്കെ വരുന്നുണ്ട്, കസിൻസ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടുന്ന് മേമിയും അമ്മയൊക്കെ ഒരു വഴിക്ക് പോയി, ഞാനും കസിൻസും കൂടെ ഒരു വഴിക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞ ശരി എത്ര നേരെ പുറത്ത് നിൽക്കാണ്, അവർ വിളിക്കുന്നുണ്ട് പറഞ്ഞാൽ അകത്ത് കയറിയിട്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ബ്രൈഡ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് താലമായിട്ട് പുറത്തേക്ക് വരാൻ കേട്ടോ. ഈ ചേട്ടനാണെങ്കിൽ എന്നെ വീഡിയോ എടുക്കാൻ ഒട്ടും സമ്മതിക്കുന്നില്ല, നടുവിൽ വന്ന് നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ എണിക്കാനും വയ്യെന്നോട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരാണല്ലോ ഒറിജിനൽ ക്യാമറമാൻ. ഞാൻ എൻ്റെ ഒരു കണ്ടതിന് വേണ്ടി ഇടുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ വല്യമ്മന്റെ മോളിലാണ് കല്യാണം. ഇതാണ് വല്യമ്മാട്ടം. അപ്പൊ ചേച്ചി ഇതാ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നെ നേരെ അമ്പലത്തിലേക്കാണ് കേട്ടോ. അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടും. ഞാൻ അങ്ങോട്ടേക്ക് പോയില്ലായിരുന്നു കേട്ടോ, കാരണം എൻ്റെ സ്ഥലം പോകുന്ന പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എണീറ്റില്ല. പിന്നെ വെയിലും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ തന്നെ നമ്മൾ 3 ആളും കൂടെ അവിടെ ഇരുന്നു. പിന്നെ അവർ പോയിട്ട് അമ്പലത്തിനകത്ത് വെച്ച് താലികെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ മണ്ഡപത്തിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ അത് ബ്രൈഡിന്റെ എൻട്രി ആണ്. ഇപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത് കണ്ടപ്പോൾ എൻ്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു എനിക്ക് ഓർമ്മ വന്നിട്ട്. നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ സാധനം പിടിച്ചിട്ട് എനിക്ക് ആ ഒരു നിമിഷം ഞാൻ അന്ന് ആദരിച്ചു പോയി. പിന്നെ സ്റ്റേജിൽ കയറിയിട്ട് മാലയൊക്കെ ഇട്ട് കൊടുത്ത് സിന്ദൂരം എന്തൊക്കെയോ അങ്ങനെയുള്ള കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ചെക്കന് ചെയിൻ ഇട്ട് കൊടുക്കുന്നതും അതേട്ടനാണ്. പിന്നെ എല്ലാവരും ഉണ്ട്, ഫുള്ള് ഫാമിലി തന്നെയാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നത്. പിന്നെ ഈ ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മാമനും മോളും പറയുന്നുണ്ട്, ചേച്ചി ആ ചേച്ചിനെ കാണാൻ നന്നായിട്ടുണ്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും നമ്മുടെ അത്ര വരില്ല, എന്തായാലും നമ്മളെക്കാളും വരുന്നതാണ് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എന്തായാലും നന്നായിട്ടുണ്ട് ആ ചേച്ചിനെ. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അത് ഏട്ടൻ്റെ ഫാമിലി, ഇത് ചേച്ചിയുടെ ഫാമിലി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം അച്ചുവിന് എവിടെ പോയാലും കുറച്ച് കുട്ടികളെ കിട്ടും. ഇവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പെണ്ണിനും ചെക്കനും ഫോളോ റിക്വസ്റ്റ് അയച്ചിട്ട് കാണിക്കാൻ ഇവർ 2 പേരും പക്ക കോഴികളാണ് കേട്ടോ. ഈ കാട്ടുകോഴികളെ കണ്ടു കിട്ടുന്നവർ എന്നെ ബന്ധപ്പെടുക, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ഇവര്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ട ഞാൻ പറയില്ല, അച്ചുവിനെ എല്ലായിടത്തും പോയാലും അച്ചു അമ്മ എന്നായിട്ട് ഞാൻ പേരിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ കയറിയിരിക്കുന്നുണ്ട്. നമ്മൾ ഫുഡിന് വേണ്ടി ഇതാക്കണം. അമ്മു എല്ലാവരും ഉണ്ട് കേട്ടോ, കുട്ടനൊക്കെ ഉണ്ട്. അപ്പൊ ചേച്ചി ചോറ് ഇന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. ഞാൻ ശരിക്കും എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ സദ്യ ഞാൻ ഇന്നാണ് കഴിക്കുന്നത്. അപ്പൊ നമ്മള് പിന്നെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ പുറത്തു നിന്ന് ഭയങ്കര ചൂടാണ്. ഇപ്പൊ തന്നെ പാലക്കാട് ചൂട് തുടങ്ങിയിട്ടുണ്ട്, നല്ല ചൂട്. അപ്പൊ ഞാൻ എൻ്റെ അനിയൻ പറയും, സൂര്യമല നീ വീഡിയോ എടുക്കുക, പക്ഷെ ഫേസ് ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കും അങ്ങനെ വേണ്ട. അവൻ പറയാണ്, നീ എടുക്കുന്ന എന്തായാലും, പക്ഷെ ഇങ്ങനെ ഫേസ് ഇങ്ങനെ ഹൈഡ് ചെയ്യും അങ്ങനെയൊക്കെ കൊണ്ടുവരും. ഞാൻ പിന്നെ ഇത് ഈ റോജയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുക്കണം, പക്ഷെ അവൻ ഫേസ് ഹൈഡ് ചെയ്യും. അപ്പോൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇത്ര വീഡിയോ. താങ്ക് യു.